ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ മുഖം നിറം വയ്ക്കാൻ പറ്റിയ ഒരു ഈസി ഒരു പാക്ക് കൊണ്ട് വന്നേക്കണത്. നമ്മുടെ മുഖത്തുകൊണ്ട് എന്തെങ്കിലും പാടൊക്കെ ഉണ്ടാവില്ല, മുഖക്കുരുങ്ങുന്ന പാടുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് കുറയാനൊക്കെ നല്ല അടിപൊളി ഒരു പാക്കാണ് കേട്ടോ. ഇത് ഓയിൽ സ്കിന്നുകാർക്ക് സൂപ്പർ റിസൾട്ട് തരുന്നത് തന്നെയാണ്, ഡ്രൈ സ്കിന്നുകാർക്കും ഉപയോഗിക്കാവുന്ന തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കണ്ടു നോക്കാം കേട്ടോ. കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതുവരെ നമ്മൾ ഫുൾ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഈസി ഫേസ് പാക്ക് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് വേണ്ട സാധനമാണ് പാൽപ്പൊടി വേണം കേട്ടോ. ഒരു 10 രൂപ പാക്കറ്റ് ഒരു പാൽപ്പൊടി ഞാൻ മേടിച്ചിട്ടുണ്ട്. ഈ പാൽപ്പൊടി വെച്ചുള്ള ഒരു ഫേസ് പാക്ക് മുന്നേ എപ്പോഴോ ഇട്ടായിരുന്നു. എനിക്കൊന്ന് മെയ് മാസത്തിലെന്ന് തോന്നുന്നു, 2 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ഒരു ഫേസ് പാക്ക് ഇട്ടായിരുന്നു കേട്ടോ. ശരിക്കും തേക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, മുഖം നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവുക. നല്ല അടിപൊളി പാക്കാണിത്. അപ്പോൾ നമുക്ക് കുറച്ച് പാൽപ്പൊടി ഈ പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാവേ. കുറച്ച് ഇട്ട് കൊടുത്താൽ മതിയാകും. നമ്മുടെ മുഖത്ത് കഴുത്തിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനിപ്പോൾ മുഖത്ത് മാത്രമേ തേക്കുന്നുള്ളൂ കേട്ടോ. കുറച്ച് പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ട സാധനമാണ്, ഇത് മിക്സ് ചെയ്യാൻ വേണ്ട സാധനമാണ് റോസ് വാട്ടർ കേട്ടോ. കുറച്ച് റോസ് വാട്ടറും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാവേ. ഇത് 2 മതിയേ, റോസ് വാട്ടറും പാൽപ്പൊടി. ഇതിൻ്റെ കട്ടകളുണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. നന്നായിട്ട് അങ്ങ് കൈകൊണ്ട് അങ്ങ് മിക്സ് ചെയ്താൽ മതി. സ്പൂണ് കൊണ്ടൊക്കെ ചെയ്യുമ്പോഴേ അതിൻ്റെ കട്ടകളൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല കേട്ടോ. കട്ടയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. കൈ കൊണ്ട് അങ്ങനെ ഉടച്ചെടുത്താൽ മതി. നമ്മുടെ പാക്ക് റെഡിയായി. നമുക്കിത് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം. മുഖത്ത് തേച്ച് കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വരണം കേട്ടോ. ഈ പാൽപ്പൊടിയുടെ ഒരു മണം. പണ്ടൊക്കെ ഞങ്ങൾ പാലൊന്നും മേടിക്കാറില്ലായിരുന്നു കേട്ടോ. ചായ കുടിക്കാനായിട്ട് പാൽപ്പൊടിയായിരുന്നേ. ഈ അമൂല്യയുടെ തന്നെയായിരുന്നു കേട്ടോ. പണ്ടേ ഉള്ളത് തന്നെയാണ് അമൂല്യ പാക്കറ്റ്. അമൂല്യയുടെ പാൽപ്പൊടി മേടിക്കും. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ പെട്ടെന്നൊക്കെ വരുവാണെങ്കിൽ അന്നേരം തന്നെ ഞങ്ങൾ പാൽപ്പൊടി ഇട്ട് ചായ കൊടുക്കും. അതൊക്കെ ശീലമായിരുന്നുണ്ട്. പിന്നെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് പാലൊക്കെ മേടിക്കാൻ തുടങ്ങിയത്, പാക്കറ്റ് പാലൊക്കെ. അന്നേരം നമുക്ക് നല്ല പാല് കിട്ടുകയും ചെയ്യുമായിരുന്നു. പൊട്ട് മാറ്റാവേ. ഇത് മുഖം ഒന്ന് പെട്ടെന്നൊന്ന് ബ്രൈറ്റ് ആവാനായിട്ട് ഈ ഒരു പാക്ക് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ഫങ്ഷൻ എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ നമുക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു പാക്ക് ഒന്ന് മുഖത്തങ്ങ് തേച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു 10-15 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം നമ്മുടെ പാക്കൊക്കെ ഡ്രൈ ആവേ. ഇത് നമ്മൾ മേക്കപ്പൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഫങ്ഷനിൽ പോകണം. മുഖമൊക്കെ നല്ല തിളക്കം ഉണ്ടാവും കേട്ടോ. ഞാനിത് കഴുത്ത് തേക്കുന്നില്ലേ, മുഖത്ത് മാത്രമേ തേക്കുന്നുള്ളൂ. ഇച്ചിരി കൂടി ഉണ്ട്. ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ മുഖത്ത് ഒട്ടി പിടിച്ചിരിക്കും കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങട്ടെ. ഉണങ്ങിയതിന് ശേഷം നമുക്ക് കഴുകിക്കളയാം. അപ്പോൾ ഈ ഫേസ് പാക്ക് ഉണ്ടല്ലോ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഡ്രൈ ആയിക്കോളെ. അപ്പോൾ നല്ല വൃത്തിയിലൊന്ന് കഴുകിയിട്ട് വേഗം തന്നെ വരാം കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. മുഖം നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഈ സൂപ്പർ പാക്കാണ് കേട്ടോ. പിന്നെ എൻ്റെ ഓയിൽ സ്കിൻ ആയതുകൊണ്ട് പറയുകയാണ്, ഇങ്ങനെ ഓയിലായിട്ടൊന്നും തോന്നത്തില്ല കേട്ടോ. നമുക്ക് പാലൊക്കെ മുഖത്ത് തേക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഓയിലായിട്ടൊക്കെ തോന്നും. പിന്നെ മുഖക്കുരുവൊക്കെ വരും, അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ വരും. എനിക്ക് പാലിങ്ങനെ ഡയറക്റ്റായിട്ട് തേക്കുന്ന ഒരു കുഴപ്പമൊന്നുമില്ല. ചില ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ പാൽപ്പൊടി വെച്ചുള്ള ഫേസ് പാക്ക് ഒന്ന് തേച്ച് നോക്കട്ടോ. അതേ ഗുണം തന്നെ കിട്ടും. മുഖം നല്ല സോഫ്റ്റ് ആകും. നിറം വയ്ക്കാനും നല്ല അടിപൊളി സംഭവമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ദിവസം തേച്ചാലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല.
വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ദിവസം തേക്കുന്നതിന് വലിയ കുഴപ്പമില്ല. നമുക്ക് ലൈറ്റായിട്ട് അങ്ങ് തേച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ആഴ്ചയിൽ 3 തവണ തേച്ചാലും നല്ലതാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ ഇച്ചിരി കട്ടിയിൽ അങ്ങ് തേച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തിളങ്ങട്ടെ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ടിപ്സൊക്കെ കണ്ടല്ലോ. ഇനി ഞാനൊരു ചെറിയൊരു പാട്ടും കൂടി അങ്ങ് പാടുവാണേ. ചെറിയൊരു പാട്ടാണ് കേട്ടോ. പാടിയേക്കാം. വലിയ ഈണമൊന്നുമില്ല, എന്നാലും പാടുവാണ്. കാറ്റോട് മേഘം മെല്ലെ ചൊല്ലി സ്നേഹാർദ്ദമേതോ സ്വകാര്യം മായുന്ന സന്ധ്യേ നിന്നെ തേടി ഈരന്നിലാവിൻ പരാഗം എന്നെന്നും നിൻമണിയിലെ പൈതലായി നീ മൂളും പാട്ടിലെ പ്രണയമായി നിന്നെയും കാത്തു ഞാൻ നിൽക്കവേ എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു അത്രമേലിഷ്ടമായി നിന്നെ പുണ്യമേ ദൂരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ. അപ്പം ഇന്ന് നമുക്ക് സ്പെഷ്യൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനാണ്. മീൻ വറുത്തത്, മീൻ കറി, കപ്പ, ചോറ് ഒക്കെയാണ് കേട്ടോ. നമ്മുടെ ഉണ്ണിക്കുട്ടൻ മീൻ കൊതിയനാണ്. അപ്പം അവനത് മീനൊക്കെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. പുതിയ ഏത് മീനാ വേണ്ടത്? അയ്യോ കൈനോടല്ലേ പോകുള്ളൂ. ആ മീൻ തരാം, മീൻ തരാം. ആണോ? എല്ലാം വേണം അല്ലേ? ഇതും വേണം, ഇതും വേണം, എല്ലാം വേണം. രണ്ട് മീൻ മതിയോ? അപ്പൊ ഉണ്ണിക്ക് ഈ കുഞ്ഞു മീൻ തരാം. ആ ഇത് തരാം കേട്ടോ. ആ ഇത് 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 ആ ശരി ശരി ശരി. ആണോ? മീൻ കറി ഇഷ്ടമാണോ? മീൻ കറി ഇഷ്ടാ? ഇത് കേരമീൻ കറിയാണ്. അത് ഇന്നലെ വെച്ചതാണ് കേട്ടോ. അതുകൊണ്ട് തീരാറായേ. ഏത് മീനാ വേണ്ടത്? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഈ മീനല്ലേ ഉള്ളൂ. അതേ കഴിക്കൂ നീസ്. വെള്ളം ഒഴിച്ചിട്ട് പപ്പയ്ക്ക് ഈ കൽക്കണ്ട വെച്ചിട്ട്. പപ്പയ്ക്ക് ചുമയാണ്. കൽക്കണ്ട എടുത്ത് കൊടുക്കണേ. ചെറുത് നോക്കി കൊടുക്കണം കേട്ടോ. ആ ഇപ്പൊ കൊടുക്കും. കൊടുക്കുന്നുണ്ടോ നോക്കാതെ. എടേ കാലൊക്കെ താത്തി വെക്ക്. നീരെടുക്കണില്ലേ? ആ കൽക്കണ്ടം തരുന്നുണ്ടല്ലേ. എല്ലാവർക്കും സുഖമില്ല കേട്ടോ. ഒരാൾക്ക് ചുമയും പനിയും, ഒരാളത് അവിടെ അസുഖമായിട്ട് കിടപ്പുണ്ട്. ആ എത്താം എത്താം എത്താം. എന്നിട്ട് ബാക്കി എത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസ് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.